എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ഈ കോവിഡ് കാലത്ത് എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ക്രിസ്മസിന് തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ്. കാട്ടുപന്നിയുടെ ഇറച്ചി ഇറ്റാലിയൻ റെസിപ്പിയിൽ തയ്യാറാക്കിയതാണ്. അപ്പം ഞങ്ങൾക്കിവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് വാങ്ങാൻ കിട്ടും. നാട്ടിൽ അത് അവൈലബിൾ അല്ല എന്നറിയാം, എങ്കിലും കിട്ടുന്നവർ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിന് പ്രത്യേകതരം ഒരു ടേസ്റ്റാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കിലോയോളമുള്ള കാട്ടുപന്നിയുടെ ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് മാംസവും വാരിയലും എല്ലാം കൂടി ചേർന്നതാണ്. ഇവിടുത്തെ രീതിയിൽ ഇത് നമുക്ക് ഉടനെ തന്നെ പാചകം ചെയ്യാൻ പറ്റത്തില്ല. ഇത് തലേന്നേ നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നമ്മളുടെ ഇറച്ചി ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാർസ്ലി ലീഫിൻ്റെ തണ്ടിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സെലറിൻ അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം 2 ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പിടി കുരുമുളക്, 2 സബോള, ഒരു 5 ബീ ലീഫിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പോളം റെഡ് വൈൻ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. റെഡ് വൈൻ ഇതിൽ നല്ലപോലെ മുങ്ങി നിൽക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി റെഡ് വൈൻ വേണം, കാരണം നമ്മുടെ ഇറച്ചി മുഴുവൻ ഇതുപോലെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ കോട്ട് ചെയ്ത് നിൽക്കത്തക്ക വേണം നമുക്ക് റെഡ് വൈൻ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം ഏകദേശം റെഡ് വൈനിൽ മുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഞാനൊരു 1 ലിറ്ററോളം റെഡ് വൈൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ഒരു നൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പം നമ്മളുടെ ഇറച്ചി ഒരു നൈറ്റ് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ ഇറച്ചി നല്ല വൃത്തിയായിട്ട് കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വലിയ പീസുകളാക്കിയാണ് മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമെന്ന് നോക്കാം. കുറച്ച് സെലറിൻ ചെറുതായി അരിഞ്ഞെടുത്തത് ഏകദേശം ഒരു 2 തണ്ടോളം ഉണ്ട്. വലിയൊരു സവോള അരിഞ്ഞത്, ഒരു ക്യാരറ്റ് കൊത്തി അരിഞ്ഞത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ലിറ്റർ ടൊമാറ്റോ സോസ്, 3-4 ബേ ലീഫ്, ഇതിൻ്റെ പകുതിയോളം കോൺസെൻട്രേറ്റ് ടൊമാറ്റോ സോസ്. ഇവിടെ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് ഒലിവെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും സെലറിയും ഉള്ളിയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളുടെ ഉള്ളിയും ക്യാരറ്റും സെലറിനും എല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് നല്ലതുപോലെ വഴണ്ട് ആ ഇറച്ചിയുടെ വെള്ളം എല്ലാം നല്ലപോലെ ഇറങ്ങണം. ഇപ്പം നമ്മളുടെ ഇറച്ചിയുടെ വെള്ളം എല്ലാം നല്ലപോലെ ഇറങ്ങി വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ഒഴിച്ചത്. അപ്പം ഇവിടെ നമ്മുടെ ടൊമാറ്റോ സോസും ഇറച്ചിയെല്ലാം നല്ലപോലെ തിളച്ച് ആ ഇറച്ചിയിലേക്ക് ആ സോസ് നല്ലപോലെ പിടിച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം.
ഒരു 1/2 ട്യൂബോളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാനൊരു ചരുവത്തിൽ വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വെജിറ്റബിൾ സൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ പോട്ടി ചെയ്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഏകദേശം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ചെറിയ തീയിൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം ചെറിയ തീയിൽ കിടന്ന് വേകണം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാനാണെങ്കിൽ കുറച്ച് കുരുമുളകും ബേ ലീഫും ചേർത്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ കാട്ടുപന്നിയുടെ ഇറച്ചി ടൊമാറ്റോ സോസിൽ തയ്യാറാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിയുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഇറച്ചിക്കറിയുടെ ആ ഒരു ലുക്കുണ്ട്. ഇതിന് അല്പം ജോലി കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.